സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. ഈ സീസണിലെ ആദ്യ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ട്, മറ്റന്നാൾ 3 ജില്ലകളിൽ റെഡ് അലർട്ട് മുന്നറിയിപ്പ്. അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്കാണ് കേരളത്തിൽ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. കാലവർഷം കനക്കുന്നതിന് മുന്നോടിയായാണ് ഇപ്പോഴുള്ള മഴ. അതിനാൽ തന്നെ ഈ സെൻസറിലെ ആദ്യ റെഡ് അലർട്ടും ആശങ്കയായി നാളെ മുതൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. നാളെ വടക്കൻ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന മഴയ്ക്കും സാധ്യതയുണ്ടെന്നും പറയുന്നു. ഇന്ന് സംസ്ഥാനത്ത് പൊതുവെ മഴ ദിവസമാണ് രേഖപ്പെടുത്തിയത്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചതും. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ 8 മുതൽ 10 സെന്റിമീറ്റർ വരെയോ അതിലധികമോ മഴ ലഭിക്കുന്നുണ്ടെന്നാണ് നിരീക്ഷകരുടെ കണക്കുകൂട്ടൽ. വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലും ശക്തമായ മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചക്രവാത ചുഴിയുടെ സ്വാധീനമാണ് ഇപ്പോൾ കേരളത്തിലെ മഴ ശക്തിപ്പെടാൻ പ്രധാന കാരണം. അതായത് വടക്കൻ കർണാടകയിലും സമീപ മഹാരാഷ്ട്ര പ്രദേശങ്ങളിലും കരകയറിയിരിക്കുകയാണ് ചക്രവാത ചുഴി. അറബിക്കടലിൽ നിന്ന് ഈർപ്പമുള്ള കാറ്റ് തുടർച്ചയായി കരയിലേക്ക് എത്തുന്നതും മഴയുടെ അളവ് വർദ്ധിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എറണാകുളം, തൃശൂർ, കോട്ടയം, ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ പല ഭാഗങ്ങളിലും നല്ല രീതിയിലാണ് മഴ ലഭിച്ചത്. വിവിധ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടും രൂപപ്പെട്ടു. ഇന്നു രാത്രിയോടെയും മധ്യ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലൊക്കെ മഴ ലഭിക്കുമെങ്കിലും വടക്കൻ ജില്ലകളെ അപേക്ഷിച്ച് മഴയുടെ തീവ്രത കുറവായിരിക്കുമെന്നാണ് പറയുന്നത്. എന്നാലും ജാഗ്രത കൈവിടരുത്. ചില പ്രദേശങ്ങളിൽ മഴയ്ക്ക് ഇടവേളകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതേസമയം വൈകുന്നേരത്തോടെയും രാത്രിയോടെയും കാര്യങ്ങൾ മാറിമറിയും. പ്രാദേശിക മേഘവികാസത്തിന്റെ ഫലമായി ഒറ്റപ്പെട്ട ശക്തമായ മഴയായിരിക്കാം ലഭിക്കാൻ സാധ്യതയുള്ളത്. നിലവിൽ ഭൂമിയിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ ഉയരം വരെ കാറ്റ് കിഴക്കോട്ട് വീശുന്ന സാഹചര്യമാണുള്ളത്. അതിനാൽ തന്നെ അന്തരീക്ഷ ഘടന കാരണം കരയിലേക്ക് പ്രവേശിക്കുന്ന മഴമേഘങ്ങൾ കൂടുതൽ സാന്ദ്രമാവുകയും കൂടുതൽ മഴ പെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ശക്തമായ മഴമേഘങ്ങളുടെ രൂപീകരണത്തിന് അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ കാലാവസ്ഥയിലുള്ളത്. ഉച്ചയ്ക്ക് ശേഷം ചിലയിടങ്ങളിൽ മഴയുടെ ശക്തി കുറയുമെന്നും പറയുന്നു. എന്നാൽ ഇന്ന് രാത്രി മുതൽ നാളെ പുലർച്ചെ വരെ വീണ്ടും അതിശക്തമായ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത്. ഈ സമയത്താണ് മഴ ഏറ്റവും ശക്തമാകാൻ സാധ്യതയുള്ളതും. പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിനൊക്കെ സാധ്യതയുണ്ട്. മലയോര മേഖലകളിലാണെങ്കിൽ മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട്. അതിനാൽ തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ പ്രത്യേകം എടുത്തു പറയുന്നു. നദീതീരങ്ങളിലും വെള്ളപ്പൊക്ക സാധ്യത ഏറെയാണ്. അതിനാൽ തന്നെ ഇത്തരം പ്രദേശങ്ങളിലുള്ളവർ മാറി താമസിക്കേണ്ടതും അനിവാര്യമാണ്. അറബിക്കടലിൽ ശക്തമായ കാറ്റിനും മോശം കടൽ സാഹചര്യങ്ങൾക്കും സാധ്യത നിലനിൽക്കുന്നുണ്ട്. ആയതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നത് ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.